Watch India's largest kids library only on Jio Hotstar. Download the app now. കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മുത്തശ്ശ, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. പക്ഷെ കണ്ടില്ലേ, രുദ്ര എവിടെ പോയി ഒളിച്ചിരിക്കുന്നെന്ന് അറിയുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. മൈര, വരുൺ, രുദ്രയെ തേടി കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്. അണ്ണാന്മാർ എവിടെയുണ്ടോ രുദ്രയും അവിടെ തന്നെ ഉണ്ടാവും. രുദ്ര, പുറത്തേക്ക് വാ. ഞാൻ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവാ. അമ്യൂസ്മെന്റ് പാർക്കോ? വൗ! മുത്തശ്ശ, ഞാനും കൂടെ വരാം. അതെ മുത്തശ്ശ, ഞങ്ങളെ കൂടി കൊണ്ടുപോവോ? നമ്മൾ അവിടേക്ക് പോയിട്ട് എത്ര കാലായെന്നറിയോ? കുട്ടികളെ, ആരും വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കുക. പക്ഷെ ഇന്നല്ല, ഞാനൊരു ജോലിക്കാര്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാ ശരി മുത്തശ്ശ, ഞങ്ങൾ എല്ലാവരും നെക്സ്റ്റ് ടൈം വന്നേക്കാം. മുത്തശ്ശൻ പോയിട്ട് വരൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുത്തശ്ശൻ വിഷമിക്കണ്ട. രുദ്ര, എനിക്കറിയാം നീ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ വിട്ടുചെല്ലാം. അത് കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ ഇല്ലെന്ന് ആർക്കും സംശയം വരില്ല. ഞാൻ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കേ? എന്ത് ഗാർഡനിങ് ചെയ്തോണ്ടിരിക്കണമെന്നോ? പക്ഷെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? രുദ്ര, ഞാൻ ഇവിടെയുണ്ട്. അവിടെ നിൽക്കുന്നത് എന്റെ ഒരു ഇമേജ് ആണ്. ഓ വൗ മുത്തശ്ശ, അമേസിംഗ്. പ്ലീസ് മുത്തശ്ശ, എനിക്ക് ഇത് പഠിപ്പിച്ചു തരോ? ഈ ഡമ്മി ഇമേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ശരി, ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോക്കസ് ആൻഡ് ബിലീവ്. ഇബൈസ്കാ സിബൈസ്കാ റെപ്ലിക്കോ. ഈ മന്ത്രം വളരെ ഈസിയാണല്ലോ. ഞാനും എന്റെ റെപ്ലിക്കയെ റെഡിയാക്കിയേക്കാം. എല്ലാരും എന്റെ റെപ്ലിക്കയെ കണ്ട് ഞാനാണെന്ന് വിചാരിക്കും. ഞാൻ എന്തുമാത്രം ജോലിയാ ചെയ്തെന്ന് വിചാരിക്കും. ഞാൻ ആരും അറിയാതെ നന്നായി വിശ്രമിക്കും. എനിക്ക് കിട്ടേണ്ടത് കിട്ടിപ്പോയി. എബൈസ്കാ സിബൈസ്കാ സകുംബ്രാ റിപ്ലാക്കോ. മുത്തശ്ശ, മുത്തശ്ശ, രുദ്ര, ഞാൻ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് വന്ന് ചേർന്നത്? മുത്തശ്ശ, എന്നെ ഒന്ന് രക്ഷിക്ക. മുത്തശ്ശ, ഈ റംഗീല എവിടെ നിന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്? അവനിവിടെ ഗാർഡനിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആരാണ് വിളിച്ചത്? മുത്തശ്ശ, ഞാനാണ് ഇവിടുന്ന് വിളിക്കുന്നത്. രംഗീല, നിങ്ങൾ പറഞ്ഞ മന്ത്രം ഞാൻ തെറ്റായിട്ട് പറഞ്ഞെന്നാ തോന്നുന്നേ. ഒറിജിനൽ രംഗീല ഞാൻ ഇവിടെയാണ്. അവിടെ നിങ്ങൾ കാണുന്നത് എന്റെ ഇമേജ് ആണ്. അവിടെ എന്ന് വെച്ചാ എവിടെയാ? ഈ റംഗീല എന്ത് ഭ്രാന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇബൈസ്കാ സിബൈസ്കാ റെപ്ലിക്കോ ഫിനിഷ്. വെള്ളം, വെള്ളം. മുത്തശ്ശ, മുത്തശ്ശ, എന്റെ ഇമേജ് എങ്ങോട്ടാ പോയേ? ഈ നിൽക്കുന്ന ഞാൻ ഒറിജിനലാണോ അതോ ഡമ്മിയാണോ? പറയൂ മുത്തശ്ശ. റംഗീല, ഒന്ന് സമാധാനിക്ക്. നിന്റെ ഇമേജ് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഇറങ്ങുകയാണ്. വൈകുന്നേരത്തിന് മുൻപ് ഞാൻ തിരിച്ചെത്തും. വരും, നമുക്ക് കളിക്കാം. അങ്ങനെയാണല്ലേ? ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ രുദ്ര കൊട്ടാരത്തിൽ തനിച്ചാണോ? അതിനർത്ഥം ഇപ്പോൾ പോയാൽ രുദ്രയെ നമുക്ക് പിടിക്കാം.
ഒരു പ്രാവശ്യം നമ്മൾ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ജയസിംഗ് ചൗഹാൻ അവനെ തിരിച്ചു കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറാകും. പറയാൻ പറ്റില്ല, ചിലപ്പോ സൺസെറ്റ് തന്നെ എഴുതി തന്നാലോ. സപ്പോള വെറുതെ മണ്ടത്തരമായ ഐഡിയ ഒന്നും പറയണ്ട. ചക്കാൽ ഞാൻ പറയുന്നത് കേക്ക്. വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് രുദ്രയെ പിടിച്ചോളൂ. രുദ്രയെ കൈ കെട്ടിക്കഴിഞ്ഞാ കൊട്ടാരം നിങ്ങൾക്ക് സ്വന്തം, സൺ സിറ്റിയും നിങ്ങളുടേതാകും. ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വഴക്കുണ്ടാക്കണ്ട. അതാരുടെ ഐഡിയ ആണെങ്കിലും ശരി, സൂപ്പർ ഐഡിയയാണ്. ജയ് സിംഗ് ചൗഹാൻ, ഇനി ആ സൺ സിറ്റി എനിക്ക് സ്വന്തമാകും. Akira, Sakira, Illusion, Rireto. ജയ് സിംഗ് ചൗഹാൻ, നീ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നിന്റെ കൊട്ടാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഇൻഫർമേഷനും നിനക്ക് ലഭിക്കുകയില്ല. ഷാഖാലിന്റെ മായാജാല ശക്തിയാണിത്. ഇനി ആർക്കും എന്റെ കയ്യിൽ നിന്നും രുദ്രയെ രക്ഷിക്കുവാനാകില്ല. ഷാഖാലിന്റെ കളി ഇപ്പോൾ മറ്റുള്ളവർ കാണാൻ പോകുന്നേയുള്ളൂ. അക്കീറ, സക്കീറ, മാഡം ക്രിയേറ്റോ. സൺസിറ്റി, എത്രയും പെട്ടെന്ന് ഞാനായിരിക്കും നിങ്ങളുടെ കിങ് ആകാൻ പോകുന്നത്. ഞാനാണ് ഷക്കാൽ. ഷക്കാൽ. മാജിക് പഠിക്കാതെ വിടില്ല. നീ അത് മറന്നേക്ക്. നീ അത് പഠിച്ച് എന്ത് ചെയ്യാൻ പോവാ? നിന്റെ മാജിക് ഒക്കെ ഉൾട്ടയായിട്ടാണല്ലോ വർക്ക് ആവുന്നത്. നിനക്ക് സുഖമാണോ രുദ്ര? നീ അതെ, ഞാൻ തന്നെയാണ്. കുട്ടികൾ ഇവിടെ ആനന്ദമായിട്ട് കളിക്കുകയാണല്ലേ. മുത്തച്ഛൻ ഇവിടെ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ചെയ്തോളൂ, ചെയ്തോളൂ. എന്താ ഇത്? എന്തോ ഒരു തെറ്റ് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നല്ലോ. പക്ഷെ എല്ലാം നോർമൽ ആണല്ലോ. എല്ലാം ശരിയാണല്ലോ. മാജിക്, ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. കണ്ടില്ലേ, നിന്റെ അപ്പൂപ്പന്റെ ഡമ്മി ഇമേജ്. അത് വെച്ച് ഈ ഷക്കാലിനെ പറ്റിക്കാൻ പറ്റില്ല. ഷക്കാൽ, ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശനെ വിളിക്കാൻ പോവാ. മുത്തശ്ശ, മുത്തശ്ശ, വേഗം വരൂ. ഷക്കാൽ കൊട്ടാരത്തെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തായി നടക്കുന്നത്? മൈര, വരുൺ, എന്റെ വോയിസ് പുറത്തേക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു. നീ വലിയ സ്മാർട്ട് ആണല്ലേ. നിന്റെ വോയിസ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ ആരുടെ വോയിസും ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയില്ല. നീ നിന്റെ അപ്പൂപ്പനെ വിളിക്ക. വിളിക്ക. ഇവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോവാൻ പറ്റില്ല. അതുപോലെ നിന്റെ അപ്പൂപ്പന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഷക്കാലിന്റെ മായാജാല തന്ത്രമാണിത്. ഇനി ആർക്കും എന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഈ കൊട്ടാരം ഞാൻ സ്വന്തമാക്കും. എല്ലാം എന്റെ കാൽ കീഴിലായിരിക്കും. മാറി നിൽക്ക. രുദ്ര ഇവിടെ ഉള്ളപ്പോ നിനക്ക് കൊട്ടാരത്തിനകത്ത് കാല് വെക്കാൻ പറ്റില്ല ഷക്കാൽ. നീ എന്നെ തടഞ്ഞു നിർത്തുമോ? കൊള്ളാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്ത. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. ഷക്കാലിനോടാണോടാ നിന്റെ കളി രുദ്ര? ഇന്നാ പിടിച്ചോ.
നീ എന്റെ ബോസ് വീണത് കണ്ട് ചിരിക്കാണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടൂല. നീ എന്നെ വിട്ടാലും വിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. വാടാ, വാ, ഓടി വാ. Zibaisko, choo! ഇതെന്തിനാ എന്റെ പുറകെ വരുന്നത്? ഷക്കാലിനെ അടിക്കേണ്ടത് എന്നെയല്ല. മൈര, നീ എന്തിനാ മാജിക് ഒക്കെ ചെയ്യുന്നത്? സോറി. മോനെ, വേഗം കൊട്ടാരത്തിൽ ചെന്ന് ആ ഗേറ്റ് ലോക്ക് ചെയ്തേക്ക്. ഈ ഷാക്കാലിന് ഞാൻ നോക്കിക്കോളാം. രുദ്രാദി, വേഗം ചെല്ലേ. ഒരു പ്രാവശ്യം കൊട്ടാരത്തിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പനല്ലാതെ വേറെ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. നീ വേഗം ചെല്ലേ. ഇല്ല, നിങ്ങളെ തളിച്ചാക്കിട്ട് ഞാൻ പോവില്ല. കൊട്ടാരം സംരക്ഷിക്കണമെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പേടിച്ച് ഓടില്ല. പറഞ്ഞാ മനസ്സിലാക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. അപ്പൂപ്പന് ശേഷം വയസ്സിൽ മൂത്തയാള് ഞാനാണ്. നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വേഗം അകത്തേക്ക് ചെല്ലേ. ഓ ശരി, നിങ്ങൾ അങ്ങനെ പറയണെങ്കിൽ ഞങ്ങൾ പോവാം. മരോ, വരുൺ, വേഗം കൊട്ടാരത്തിനകത്തേക്ക് പോ. രുദ്രാ! വേഗം കൊട്ടാരത്തിന്റെ വാതിലടയ്ക്കണം. ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവാണ്. എന്നെ കണ്ട് പേടിക്കുക. ഞാൻ ഷക്കാൽ. ഇതെന്താ, കൊട്ടാരമാണോ അതോ സ്വർഗമാണോ? എത്ര അതിസുന്ദരമായ കൊട്ടാരം! ഇന്നു മുതൽ ഈ കൊട്ടാരം ഷക്കാലിന് സ്വന്തമാകാൻ പോവുകയാണ്. ഈ ഷക്കാലിന് സ്വന്തമാവുകയാണ്. ഷക്കാൽ, പകൽ സമയത്ത് സ്വപ്നം കാണുന്നത് വിട്ടേക്ക്. ഈ കൊട്ടാരം നിനക്ക് ഒരിക്കലും സ്വന്തമാവില്ല. ഇബൈസ്കാ, സിബൈസ്കാ, സകൂം, പുഷ്ടൂം. ഓ, എവിടേക്ക് പോയി? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ രുദ്ര! ഷാക്കാലായാലും വേറെ ആരായാലും ശരി, എന്റെ കിച്ചണിൽ വഴക്കുണ്ടാക്കരുത്. ഇബൈസ്കാ, സിബൈസ്കാ, ചൂർ. എന്റെ അമ്മോ,
ഇങ്ങനെ എന്റെ തലമണ്ടക്കിട്ട് എറിയല്ലേ. എന്നെ ഒന്ന് വിട്ടേക്ക. എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവാണ്. ആ രംഗീലിയെ ഞാൻ ഇന്ന് വക വരുത്തും. എന്റെ മോ. രുദ്ര, നീ എവിടെ പോയി പതുങ്ങിയാലും ശരി, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നേക്ക്. Focus, unbelieve. Ibaiska, Zibaiska, Sakum, Replico. ഒരുപാട് രുദ്ര നിൽക്കുന്നല്ലോ. അകീറ, സകീറ. Oh. രുദ്ര, ഈ ഷക്കാലിന് നിനക്ക് ഇങ്ങനെയൊന്നും കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റിയത് ഷക്കാൽ? പേടിച്ചു പോയോ? മായാജാലം ചെയ്യാൻ നിനക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചോ? രുദ്ര ഇവിടെ ഉള്ളത് വരെ നിനക്ക് ഒരിക്കലും ഈ കൊട്ടാരം സ്വന്തമാക്കാൻ കഴിയില്ല. നമ്മൾ രുദ്രയെ സഹായിക്കണം. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ തനിച്ചു പോയി രുദ്രയെ സഹായിച്ചോളാം. ഐഡിയ. Ibaiska, Zibaiska, choom! Ibaiska, Zibaiska. Mayra, നീ എന്തിനാ മാജിക് ചെയ്തത്? രംഗിലേനെ തടുത്ത് ഇതൊന്ന് പിടിക്ക്. ഈ ഷാക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഷാക്കാൽ തന്റെ മായാജാൽ ഇല്യൂഷൻ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള മൃഗങ്ങളിൽ അവന്റെ മായാജാലം ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അത് ഞാൻ എന്താണ് ആദ്യം മനസ്സിലാക്കാഞ്ഞത്? യൂണിക്കോൺ, വേഗം എന്നെ പുറത്തേക്ക് കൊണ്ടുപോ.
എത്ര രുദ്രയാണ് നിൽക്കുന്നത്? Akira! Shakira! രുദ്ര, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞു. Ibaiska, Zibaiska, boom! Chick, chick, boom! ഷാക്കാൽ, നീ രുദ്രയെ അറ്റാക്ക് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. രുദ്ര വെറും എന്റെ പേരക്കുട്ടിയല്ല, എന്റെ അഭിമാനമാണ്. ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഷാക്കാൽ. ഷക്കാലിനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജയ്സിൻ ചൗഹാൻ. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മുത്തശ്ശ, സബാഷ് രുദ്ര. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇവിടെയുള്ളവരെ മാത്രമല്ല നമ്മുടെ കൊട്ടാരത്തെയും സംരക്ഷിച്ചിരിക്കുകയാണ്. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം. ഫോക്കസ് ആൻഡ് ബിലീവ്. Watch India's largest kids library only on Jio Hotstar. Download the app now.